വിവോയുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആയിട്ടുള്ള വിവോ എക്സ് സീരീസിലെ വിവോ X60 Pro Plus, വിവോ X70 Pro Plus എന്നീ ഫോണുകൾ നിങ്ങളെ ആൾറെഡി പരിചയപ്പെടുത്തിയാണ്. ആ ഒരു എക്സ് സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ വിവോ X80 Pro നമുക്ക് പരിശോധിക്കാം. വിവോ X80 Proയുടെ വിശേഷങ്ങൾ ഓർക്കുക. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇപ്പോൾ X80 Pro Plus എന്ന വേരിയൻ്റ് ഇല്ല, നേരെ മറിച്ച് വിവോ X80 Pro ആണ് ഹയർ വേരിയൻ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിനോടൊപ്പം ബോക്സിനകത്ത് മറ്റ് ആക്സസറീസ് വരുന്നത് നോക്കാം. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് വിവോയുടെ X80 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വരുന്നത്. ഇവിടെ കോ എഞ്ചിനീയർഡ് വിത്ത് സീസ് എന്നതുപോലെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാണാം. എന്തായാലും നമുക്ക് ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം. വളരെ കനം കുറഞ്ഞ വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ബോക്സാണ്. അതുപോലെ നമ്മളിവിടെ അൺബോക്സ് ചെയ്യുന്ന വേരിയൻ്റ് റാം വന്നിട്ട് 12 GB, റോം വന്നിട്ട് 256 GB കളർ കോസ്മിക് ബ്ലാക്ക്. ഇതേ ഇരിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. വേറെ ഈ ബോക്സിനകത്ത് ഒരു പേപ്പർ ബോക്സ്, ഇതിൻ്റെ ഒരു ഫ്ലാഷ് ചാർജർ കൊടുത്തിട്ടുണ്ട്, USB-A to Type-C ചാർജിങ് കേബിൾ, ഹെഡ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹെഡ്സെറ്റ് വരുന്ന ചുരുക്കം ചില ബ്രാൻഡുകളിലൊന്നാണ് വിവോ. അതുപോലെ ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ കണക്ടർ വന്നിട്ട് USB Type-C ആണ്. ചുരുക്കി പറഞ്ഞാൽ ഫോണിനകത്ത് 3.5mm ഓഡിയോ ജാക്ക് കാണില്ല. അതുപോലെ ഈ ഒരു ഹെഡ്സെറ്റിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഇയർ ടിപ്പ് പോലും ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇനി ഒരു ബോക്സ് കൂടെയുണ്ട്. ആ ബോക്സിനകത്ത് ഫോണിന് നല്ല മനോഹരമായിട്ടുള്ള ഒരു കേസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിം ഇജക്ടർ പിൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു യൂസർ മാനുവൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം വരുന്നത്. അപ്പോൾ ദേ ഇരിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. വിവോ X80 Pro. വീഡിയോഗ്രാഫിക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തവണ വിവോ X80 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് വീഡിയോഗ്രാഫി റീഡിഫൈൻഡ് എന്നാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ 3D അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെയും നമ്മൾ ഫിംഗർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഒരൊറ്റ തവണ രജിസ്ട്രേഷനിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഒരു വലിയ ഫിംഗർ പ്രിൻറ്റ് ഏരിയ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ റീഡ് ചെയ്യുന്നുമുണ്ട്. ഇത്തരമൊരു സെയിം ഫിംഗർ പ്രിൻറ്റ് രീതി വിവോയുടെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള പുറത്തിറക്കിയ iQOO9 Pro എന്ന സ്മാർട്ട് ഫോണിൽ നമ്മൾ കാണുകയും ചെയ്തതാണ്. ഫോണിൻ്റെ ഡിസൈൻ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മുൻഗാമിയായിട്ടുള്ള വിവോ X70 Pro Plusൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം വന്നിട്ടില്ല. എന്നാൽ ആ ഒരു ക്യാമറ മൊഡ്യൂളിലാണ് നല്ല ഒരു വ്യത്യാസം ഇത്തവണ വിവോ X80 Proയിലേക്ക് വന്നപ്പോൾ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. X70 Pro Plusൽ ക്യാമറകൾ ഇങ്ങനെ താഴേക്ക് നിരത്തി വെച്ചിരുന്നുവെങ്കിൽ ഇവിടെ X80 Proയിലേക്ക് വരുമ്പോൾ അതൊരു സർക്കുലർ ഷേപ്പിലാണ് ക്യാമറ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു പെരിസ്കോപ്പിക് ക്യാമറ ആ ഒരു സർക്കുലർ ഏരിയയ്ക്ക് പുറത്തായിട്ടാണ് വിവോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫോണിൻ്റെ വിഡ്ത്തും ഹൈറ്റും എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. എന്നാൽ വെയിറ്റിൽ ചെറിയ വ്യത്യാസം വിവോ X70 Pro Plusൽ നിന്ന് വിവോ X80 Proയിലേക്ക് വരുമ്പോഴുണ്ട്. വിവോ X70 Pro വന്നിട്ട് 209 ഗ്രാം ആയിരുന്നുവെങ്കിൽ ഇവിടെ X80 Proയിലേക്ക് വരുമ്പോൾ അത് ഒരു 10 ഗ്രാം കൂടി കൂടിയിട്ടുണ്ട്. 219 ഗ്രാമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഭാരം. അതുപോലെ ഫോണിൻ്റെ ബാക്ക് സൈഡ് വിവോ X70 Pro Plusൽ വിവോ പരീക്ഷിച്ച് വിജയിച്ച സെയിം ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്കിൽ നൽകിയിരിക്കുന്നത്. ഫോൺ ഗ്ലാസ് ബോഡിയാണ്, ഒരു മാറ്റ് ഫിനിഷാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. ഇത്തവണ വിവോ X80 Proയിലേക്ക് വരുമ്പോൾ കോസ്മിക് ബ്ലാക്ക് എന്ന ഈ ഒരു കളർ വേരിയന്റ് കൂടാതെ അർബൻ ബ്ലൂ എന്ന ഒരു പുതിയ കളർ വേരിയന്റ് കൂടി വിവോ അവതരിപ്പിച്ചിട്ടുണ്ട്. വിവോ X70 Pro Plusനെ പോലെ തന്നെ സെയിം ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. അതായത് സെയിം സൈസ് 6.78 ഇഞ്ചിന്റെ 2K E5 AMO LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ ഫോണിന് മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും നൽകിയിട്ടുണ്ട്. ഈ ഫോണിൽ LTPO3 ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ടെങ്കിലും 1 ഹെർട്സ് മുതൽ 120 ഹെർട്സ് വരെ വേരിയിങ് ആയിരിക്കും. 120 ഹെർട്സ് ഡിമാൻഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രം 120 ഹെർട്സ് വരികയും ലോ റിഫ്രഷ് റേറ്റ് വേണ്ടുന്ന സമയങ്ങളിൽ 1 ഹെർട്സിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ 1 മുതൽ 120 ഹെർട്സ് വരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള റിഫ്രഷ് റേറ്റ് വേരി ചെയ്യുന്ന ടെക്നോളജിയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ബാറ്ററി കൺസംഷൻ നോർമൽ സ്മാർട്ട് ഫോണുകളെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഫോണിന് ഇത്തരത്തിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ 1500 നിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിയുടെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവും വരികയില്ല. ഫോണിൻ്റെ ബാക്ക് സൈഡിലെ ഗ്ലാസ്സിന് കോണിംഗ് ഗോറില്ല ഗ്ലാസ് 6ന്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിലൊന്നും അങ്ങനെ പെട്ടെന്ന് പോറലുകളൊന്നും തന്നെ സംഭവിക്കില്ല. ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ ചിപ്പുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. സ്നാപ്ഡ്രാഗന്റെ ഏറ്റവും മുന്തിയ പ്രോസറായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ
8 Gen 1 എന്ന പ്രോസസ്സർ കൂടാതെ വിവോയുടെ വിവോ V1+ എന്ന ചിപ്പും ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്തേകുന്നു. വിവോ V1+ എന്ന ഈ ഒരു ചിപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി തുടങ്ങിയവ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരമൊരു അഡീഷണൽ ചിപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. 4nm പ്രോസസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 1ഉം LPDDR5 ടൈപ്പ് റാം ആയിട്ടുള്ള 12GB റാമും UFS ടൈപ്പ് 3.1 ആയിട്ടുള്ള 256GB ഇന്റൽ മെമ്മറി കൂടി ചേരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് AnTuTu സ്കോറായിട്ട് 1 മില്യണിൽ പുറത്തുള്ള സ്കോറാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയും മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസും ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാകും. ഈ ഒരു 5G സ്മാർട്ട് ഫോണിൽ 13ഓളം വ്യത്യസ്ത 5G ബാൻഡുകളുടെ സപ്പോർട്ടും വിവോ നൽകിയിട്ടുണ്ട്. വിവോ തങ്ങളുടെ ഒരു സ്മാർട്ട് ഫോണിൽ ആദ്യമായിട്ട് 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉൾപ്പെടുത്തി എന്നുള്ളതും വിവോ X80 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചുകൊണ്ട് വെറും 37 മിനിറ്റിൽ 100% ചാർജിങ്ങിന് എത്തിക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്ന ബാറ്ററി പവർ എന്ന് പറയുന്നത് 4700 mAh ആണ്. അപ്പോൾ വിവോയുടെയും ഐക്യുൻ്റെയൊക്കെ ഫോണുകളിൽ എപ്പോഴും 5000 mAh എന്ന ആ ഒരു മാർക്ക് പലപ്പോഴും എത്താതിരിക്കുന്നതായിട്ട് ബാറ്ററിയുടെ കേസിൽ കാണാറുണ്ട്. ഉപഭോക്താവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ പലപ്പോഴും രാവിലെ നമ്മൾ ചാർജിങ്ങിൽ എടുത്ത് ഫോൺ കൊണ്ടുപോകുമ്പോൾ വൈകിട്ട് ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 9 മണിക്കൊക്കെ തിരിച്ചു വരുന്നവർക്ക് ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ഫോൺ ചിലപ്പോൾ ചാർജ് തീരാനുള്ളൊരു സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷേ ചാർജർ ഇത്രയും പവർഫുൾ ചാർജർ 80 വാട്ടിൻ്റെ ചാർജ് ഉള്ളതുകൊണ്ട് തന്നെയും വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് 100% ചാർജിങ്ങിൽ എത്തിക്കാം. പക്ഷേ ചാർജർ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു അവസ്ഥ അത്തരക്കാർക്ക് സംഭവിക്കും. അപ്പോൾ ഒരു 5000 mAh ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ എന്ന് തോന്നി. പക്ഷേ വിവോയുടെ X70 Pro Plusൽ നിന്നും ബാറ്ററിയിൽ അപ്ഗ്രേഡ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം X70 Pro Plusൽ 4500 mAh മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അത് 4700 mAhലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മാത്രമല്ല റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഇതുപോലുള്ള ഹെഡ്സെറ്റുകൾ, റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള ഹെഡ്സെറ്റുകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പുറത്ത് ഇതുപോലെ വെച്ചുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാനാകും. ക്യാമറയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന വിവോ X80 Pro എന്ന സ്മാർട്ട് ഫോണിൽ ഇതുപോലെ Zeiss എന്ന പ്രമുഖ ലെൻസ് നിർമ്മാതാക്കളുമായി ചേർന്നുകൊണ്ടാണ് ക്യാമറ വിവോ ഫൈൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഫോണിന്റെ വീഡിയോ സെക്ഷനിൽ ഇത്തരത്തിൽ സിനിമാറ്റിക് വീഡിയോ ബോക്കെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തുകൊണ്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പോർട്രേറ്റ് ഫോട്ടോകളൊക്കെ എടുക്കുന്നത് പോലെ തന്നെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റുകളെല്ലാം ഒരു ലൈറ്റ് ഫ്ലെയർ നൽകിക്കൊണ്ട് ഒരു ബോക്കെ എഫക്റ്റ് വീഡിയോയ്ക്ക് നൽകാൻ സാധിക്കും. മാത്രമല്ല ഒരു സിനിമാഗ്രാഫ് ഇത്തരത്തിൽ വീഡിയോയുടെ മുകളിൽ അപ്ലൈ ചെയ്യപ്പെടുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഒരു സിനിമാറ്റിക് വീഡിയോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ രീതിയിൽ ഈ ഒരു മോഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനാകും. വീഡിയോ എഡിറ്റേഴ്സൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ മികച്ച കളർ കറക്ഷന് വേണ്ടിയിട്ട് സാധാരണ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിൽ കളർ ലട്സുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വീഡിയോ എന്ന ഓപ്ഷനിൽ വരുമ്പോൾ ഇത്തരത്തിൽ നിരവധി മൂവി ലട്സുകൾ ഇതിനകത്ത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അത്തരം ലട്സുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു കളർ കറക്റ്റഡ് വീഡിയോ ഫോണിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യാമെന്നുള്ളതും പ്രത്യേകതയാണ്. X70 Pro Plusലൊക്കെ കണ്ടതുപോലെയുള്ള ഹൊറൈസൺ ലെവൽ സ്റ്റെബിലൈസേഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിലും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നമ്മൾ ഇത്തരത്തിൽ ഹൊറൈസൺ ലെവൽ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറ ഇത്തരത്തിൽ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്താൽ പോലും വീഡിയോ ഫൂട്ടേജിന് യാതൊരു കുലുക്കവും വരാതെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനാകും. വിവോയുടെ മുൻ ഫോണുകളിൽ നേരത്തെ തന്നെ ജിംബൽ സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പോർട്രേറ്റ് ക്യാമറയിലേക്ക് ജിംബൽ സ്റ്റെബിലൈസേഷൻ കൊണ്ടുവന്നു എന്നുള്ളതും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകതയാണ്. ഫോണിന്റെ ക്യാമറ മെഗാ പിക്സലുകളെ കുറിച്ച് പറഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസർ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. അതും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. 48 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 12 മെഗാ പിക്സലിന്റെ ഒരു പോർട്രേറ്റ് സെൻസറും 8 മെഗാ പിക്സലിന്റെ ഒരു പെരിസ്കോപ്പിക് സെൻസറും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. മികച്ച സെൽഫി ഫോട്ടോകളും വീഡിയോകളും എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു 32 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ ഫോണിന്റെ ഇൻ ഡിസ്പ്ലേയിൽ സെന്റർ പഞ്ച് ഹോളായി നൽകിയിട്ടുമുണ്ട്. വിവോ X70 Pro Plusന്റെയും X80 Proയുടെയും ക്യാമറ സ്പെസിഫിക്കേഷൻ ഒരു പേപ്പറിൽ അടുത്തടുത്ത് എഴുതി വെച്ചാൽ രണ്ടും ഡിറ്റോ ആണെന്ന് കാണാൻ സാധിക്കും. രണ്ടും ഒരുപോലെയാണ്. കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ ഏറെ ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് ഈ ഒരു ഫോൺ എങ്കിലും
കുറച്ചുകൂടി ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ ഒരു എൻഹാൻസ്മെന്റ് വിവോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. കളറൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അതുപോലെ ഫോക്കസിങ്, എസ്പെഷ്യലി പോർട്രേറ്റ് മോഡിൽ ഫോക്കസിങ് നമുക്ക് വളരെ ക്ലോസ് ഒബ്ജക്റ്റുകളൊന്നും അത്ര പെട്ടെന്നൊന്നും ഫോക്കസ് ആകുന്നില്ല. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ക്യാമറയിൽ അവിടെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ വിവോയ്ക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ സ്ക്രീനിൽ വിവോ X70 Pro പ്ലസിലും വിവോ X80 Pro എന്ന സ്മാർട്ട് ഫോണിലും എടുത്ത ഫോട്ടോകൾ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും വിവോയുടെ X70 Pro പ്ലസിലെ ഫോട്ടോകൾ അല്പം കൂടി ബെറ്റർ ആണ് X80 Proയേക്കാളെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം വിവോ X70 Pro പ്ലസ് ഇതുപോലെ നിരവധി സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിലൂടെ ഫൈൻ ട്യൂൺ ചെയ്യപ്പെട്ട ഒരു ക്യാമറയാണ് നിലവിലുള്ളത്. എന്നാൽ വിവോ X80 Pro ഫ്രഷ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. ഇനിയും പല പല സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ക്യാമറ ഫൈൻ ട്യൂൺ ചെയ്യുമ്പോൾ ഒരുപക്ഷെ വിവോ X80 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയും കുറച്ചുകൂടി ബെറ്റർ ആകുമെന്ന് പ്രതീക്ഷിക്കാം. ബാക്ക് ക്യാമറയിൽ 8K 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള റെസൊല്യൂഷൻ വീഡിയോകൾ ഷൂട്ട് ചെയ്യാമെങ്കിലും ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 1080pയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓർക്കുക, ഇത് വിവോയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണാണ്. മാത്രമല്ല വീഡിയോഗ്രാഫിക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇറക്കിയ ഒരു സ്മാർട്ട് ഫോണുമാണ്. അപ്പോഴാണ് ഇവിടെ ഫ്രണ്ട് ക്യാമറയിൽ മിനിമം 4K റെസൊല്യൂഷൻ പോലുമില്ല. ഈവൻ ഫുൾ HDയിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൻ്റെ സപ്പോർട്ട് പോലും ഫ്രണ്ട് ക്യാമറയിൽ നൽകിയിട്ടില്ല. അപ്പോൾ ഒരു 4K റെസൊല്യൂഷനിൽ ഒരു വ്ലോഗ് ചെയ്യാൻ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഉപയോഗിച്ചുകൊണ്ട് 4K റെസൊല്യൂഷൻ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ സാധിക്കില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് നൽകിയിട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇത്തരത്തിൽ NFC സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 12 അധിഷ്ഠിതമായി വിവോയുടെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS 12 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇത്രയധികം ആപ്ലിക്കേഷനുകളാണ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ബൈജൂസ് ലേണിംഗ് ആപ്പ്, അതുപോലെ ഡെയിലി ഹണ്ട്, ജോഷ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, മോജ്, ഇങ്ങനെ നിരവധി ബ്ലോട്ട് വേസുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കുത്തി നിറച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും 3 വർഷത്തെ പ്രധാനപ്പെട്ട OS അപ്ഡേറ്റും സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ആൻഡ്രോയിഡ് 12 ആണ്. ആൻഡ്രോയിഡ് 13, 14, 15 വരെയുള്ള അപ്ഡേറ്റുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും. 3 വർഷം വരെ ഈ ഒരു സ്മാർട്ട് ഫോൺ സോഫ്റ്റ്വെയർ സൈഡിൽ നല്ല ഫ്രഷായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പെർഫെക്റ്റ് സ്റ്റീരിയോ സൗണ്ട് ക്വാളിറ്റി, മികച്ച വോളിയം, മികച്ച ക്വാളിറ്റിയുള്ള സൗണ്ട്, മികച്ച സ്റ്റീരിയോ സെപ്പറേഷൻ, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് അടിപൊളി, മികച്ച വീഡിയോ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ AMOLED ഡിസ്പ്ലേ ആണ്. 2K റെസൊല്യൂഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ആ ഒരു ബ്ലാക്ക് ഏരിയ എല്ലാം നല്ല ക്രിസ്പ് ബ്ലാക്ക് ആയിട്ട് തന്നെ നമുക്ക് കാണാം. മികച്ച കളർ റീപ്രൊഡക്ഷൻ, മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച് വേറെ ലെവൽ തന്നെയാണ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തെ ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ വളരെ ചെറിയ ഒരു സൈസ് ആയതുകൊണ്ട് തന്നെയും അത് ഡിസ്പ്ലേ അനുഭവത്തെ ഒട്ടും മറയ്ക്കുന്നില്ലെന്ന് ഓർമ്മിക്കട്ടെ. മികച്ച ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ. ഫോണിനകത്ത് ഇത്തരത്തിൽ ഡുവൽ നാനോ സിം സ്ലോട്ടാണ് നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫോണിൽ മെമ്മറി എക്സ്പാൻഷൻ ഇല്ല എന്നുള്ള കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ വിവോ X70 Pro പ്ലസിൽ നിന്ന് വിവോ X80 Proയിലേക്ക് വരുമ്പോൾ ഈ ഫോണുകൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ X70 Pro പ്ലസിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ വന്നിരുന്നപ്പോൾ ഇവിടെ സ്നാപ്ഡ്രാഗൺ 8 Gen 1 നൽകിയിരിക്കുന്നു. അതുപോലെ 4500 mAh എന്ന ബാറ്ററി ഇവിടെ 4700 mAhലേക്ക് മാറി. ഫോണിൻ്റെ ഡിസ്പ്ലേ, ഫോണിൻ്റെ ക്യാമറ തുടങ്ങിയതിലൊന്നും കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം അതിൻ്റെ ഒരു സ്പെക് ഷീറ്റിൽ വന്നിട്ടില്ല എന്നുള്ളത് ഓർക്കേണ്ടതുമുണ്ട്. കുറച്ചുകൂടി എനിക്ക് രണ്ടിൻ്റെയും ക്യാമറ കമ്പയർ ചെയ്തപ്പോൾ ഒരു കളർ പ്രൊഫൈലൊക്കെ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് X70 Pro പ്ലസ് ആണ്. എന്നാൽ വിവോ X80 Pro എന്ന ഫോൺ കുറച്ചുകൂടി ഒരു ക്യാമറ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുമുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നവർ അതിനകത്ത് ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ബാറ്ററി 4700 mAh ഉള്ളൂ. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മെമ്മറി എക്സ്പാൻഷൻ ഓപ്ഷൻ നൽകിയിട്ടില്ല. ഫ്രണ്ട് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ നൽകിയിട്ടില്ല. തുടങ്ങിയ ചെറിയ ചില കുറവുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും വിവോ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വിവോ X80 Pro എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച്? നിങ്ങളെ എപ്പോഴും വീഡിയോ താഴെ കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിൻ്റെ വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ. ഈ ഫോണിൽ അപ്പോൾ 1 മുതൽ 1 എന്തായിരുന്നു പറയാമെന്ന് വിവോ X80 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന് അവകാശപ്പെട്ടതാണ്. അത് കോംപ്ലിക്കേറ്റഡ് ഇങ്ങനെ ഹൊറിസോണ്ടൽ അല്ലല്ല ഹൊറൈസൺ അല്ലേ,
ജിംബൽ സ്റ്റെബിലൈസേഷൻ കൊണ്ടുവന്നു കുറച്ചുകൂടി ക്യാമറ കുറച്ചുകൂടി ബെറ്റർ ആകും എന്ന കാര്യത്തിലും ഇത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നവർ ഈ ഒരു ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 12